മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. ഇന്ന് നിങ്ങൾ പ്രേക്ഷകരാണല്ലോ ഇനി പറയുന്നത്. എന്നാലും പെർഫോമൻസ് എങ്ങനെയാണ് സൗബിൻ്റെയും നമിതയുടെ? നമിത വാസ് എക്സലൻറ്റ്. ഇത് ഫസ്റ്റ് റിവ്യൂ ഷോ കണ്ടപ്പോൾ തന്നെ നമിതയുടെ പോർഷനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് നല്ല പറഞ്ഞു. ഫാമിലി ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പാണ്. ഫാമിലി മൂവിയാണ്, ഫീൽ ഗുഡ് മൂവിയാണ്. ഫാമിലി ഓഡിയൻസിന് മാത്രമല്ല എല്ലാതരം പ്രേക്ഷകരെയും സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു സബ്ജക്റ്റാണ്. ഇപ്പോൾ സൗബിനാണെങ്കിലും ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു നാടൻ ടൈപ്പ് ഒരു ക്യാരക്ടർ ചെയ്യുന്നത് സാധാ. അപ്പം ആ ഒരു സ്ക്രീനിൽ കണ്ടപ്പോൾ എന്ത് തോന്നുന്നു? ആ ക്യാരക്ടർ ആപ്റ്റായിട്ടാണല്ലോ. സന്തോഷമുണ്ട്. ഫസ്റ്റ് ആയിട്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെ റിവ്യൂസ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കറക്റ്റായിട്ട്. ഞാൻ ഇടയ്ക്കിന് മുന്നേ ചെറിയൊരു രീതിയിൽ റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോഴാണ് കാണുന്നത്. സന്തോഷം. ഇപ്പോൾ ഫാമിലീസ് വരട്ടെ. ഫാമിലീസാണ് ശരിക്കും ഒരു ഫാമിലി സബ്ജക്റ്റാണ്. കുഞ്ഞു ചിത്രമാണ്. അതിലൊരു ചെറിയൊരു കോൺസെപ്റ്റാണ് ആ സിനിമയെ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ വേഷം ചെയ്യുന്നത്. നാടൻ കഥാപാത്രം. അത് രസമായിരുന്നു. കാരണം ഇവരെല്ലാവരുടെയും കോമ്പിനേഷൻ. സൗബിക്കുണ്ട്, ദിലീഷ് ചേട്ടനുണ്ട്, ധ്യാനുണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അങ്ങനെ ഭയങ്കര റോ ആയിട്ടൊരു ക്യാരക്ടർ ചെയ്തത്. വർക്കൗട്ട് ആയിട്ടൊന്നും അറിയില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോഴേ ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. പുതിയൊരു അഭിനയമാണോ? പുതിയൊരു സ്റ്റൈലുള്ള അഭിനയമാണോ അതിനകത്ത്? അല്ല, അങ്ങനെയല്ല. നമ്മൾ സ്വന്തമായിട്ട് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ നോക്കൂലേ? ഓരോ സിനിമ കഴിയുമ്പോഴും നമ്മുടെ ഭാഗത്ത് മാറ്റങ്ങൾ വരുത്താൻ നോക്കും. ചെറിയ ചെറിയ രീതിയിലാണെങ്കിലും മെച്ചപ്പെടുത്താൻ നോക്കും. ഇതിലെ പ്ലോട്ട് എന്തായാലും സൊസൈറ്റി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്ലോട്ടാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? താങ്കളാണ് എല്ലാ പ്രാവശ്യം എൻ്റെ അടുത്ത് ഈ ക്വസ്റ്റ്യനായിട്ട് വരുന്നത്. ചാനലിന്റെ പേര് എനിക്കൊന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. അത് നല്ല രീതിയിൽ റിസീവ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഡിസ്കസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. നല്ലതായിരുന്നു, വളരെ നല്ലതായിരുന്നു. അതെ, നല്ല ഫാമിലി ചിത്രമാണ്. ഒരു കുടുംബ കഥയാണ്. കുട്ടികൾ ഉൾപ്പെടെ വന്ന് കാണുന്ന പടമാണ്. സ്നേഹം അല്ലെങ്കിൽ സ്നേഹം മാതൃസ്നേഹം എന്നുള്ളത് അത് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഉള്ളത് അത്യാവശ്യം നല്ലൊരു കാര്യം. ശരിക്കും ജെൻഡർ ഇക്വാളിറ്റി ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായും ജെൻഡർ ഇക്വാലിറ്റി എല്ലാ കാര്യത്തിലും വരണം. സ്പെഷ്യലി ഈ ഒരു നിയമവ്യവസ്ഥയും അതെന്തായാലും കൊണ്ടുവരണം. ഇപ്പോൾ ഭയങ്കര വിമൻ ഫേവറബിൾ ആയിട്ടുള്ള റൂൾസാണ് കൂടുതൽ. സ്പെഷ്യലി ഒരു ഫാമിലി കോർട്ടിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. സ്ത്രീകൾക്ക് ആവശ്യമില്ലാതെ കുറേ പ്രിഫറൻസസ്, പ്രയോറിറ്റീസ് കൊടുക്കുന്നത് പോലെ അതിൻ്റെ ആവശ്യമില്ല. കുറച്ചൊക്കെ നമ്മൾ നമ്മുടെ പുരുഷന്മാരുടെ ഫീലിങ്സും ഇമോഷൻസും കൂടി മനസ്സിലാക്കിയിട്ടുള്ള റൂൾസും കാര്യങ്ങളും വരണം. ശരിക്കും ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംസ്ഥാനമാണല്ലോ കേരളം എന്ന് പറയുന്നത്. അപ്പം ശരിക്കും ജെൻഡർ ന്യൂട്രൽ ലോസ് വരേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. അതിക്രമിച്ചു. അതിനൊരു സ്റ്റാൻഡ് ആരെങ്കിലും എടുത്താൽ ഓക്കെ. ഒരുപാട് മെസ്സേജുകൾ തരുന്നൊരു സിനിമയാണ്. അതെ. അപ്പോൾ എല്ലാവരും കാണണം. അതാണ്, എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ വന്നിരുന്ന് കാണേണ്ട ഒരു സിനിമയാണ്. ഫീൽ ഗുഡ് മൂവിയാണ്. നമ്മൾ ഇറങ്ങുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് ഇറങ്ങുള്ളൂ. അങ്ങനത്തെ ഒരു സിനിമയാണ്. എല്ലാവർക്കും കുടുംബത്തോടു കൂടി വന്ന് കണ്ട് ആസ്വദിക്കാം.